അള്ളാന്റെ റസൂലിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂലിരുന്ന് കരയുകയാ. ഖദീജ ബീവിക്ക് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ചാടി എഴുന്നേറ്റിട്ട് അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. ഖദീജ ബീവി എന്ന 65 വയസ്സുള്ളവര് അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, പോകുകയാണ് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള പടുവൃത്തയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ മനസ്സിന്റെ മോഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിച്ചു തരുവോ യാ റസൂലല്ലാഹ്? എന്തേ ഖദീജ, എന്തേ ഖദീജ? നബിയേ, ഞാനതാ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് മണിയറയിലേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയെ വിട്ടിട്ട് ഞാൻ പിരിയുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളോ, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളോ? നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. ഖദീജ ബീവി രണ്ടാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. അങ്ങയുടെ സുഗന്ധം എന്റെ കബറിന്റെ അകത്തും എനിക്ക് വേണം നബിയേ. എന്റെ രണ്ടാമത്തെ ആഗ്രഹമാ. മൂന്നാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, പച്ചമണ്ണിലേക്ക് ഖദീജയുടെ മയ്യത്തിറക്കി വെക്കേണ്ടത് നിങ്ങളാ നബിയേ. ഈ ഖദീജയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി വസിയത്ത് ചെയ്യുകയാ. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. ലോകത്താർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ. നിന്റെ മയ്യത്ത് നിന്റെ ഭർത്താവ് കുളിപ്പിക്കുവോ? നിന്റെ ഭർത്താവ് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിച്ചു. അല്ലാഹുവേ, കഫം തുണിയാ, കഫം പുതിയാ സമയമെത്തിയപ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ ശരീരത്തെ ചേർന്ന് കിടക്കേണ്ട തുണിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുംബിക്കുകയാണ്. എന്നിട്ടാ മയ്യാ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. പെങ്ങളേ, അവസാന നിസ്കാരം കഴിഞ്ഞിട്ട് 6 മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറക്കി വെക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൊണ്ട് പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ. പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ. എന്നിട്ട് 3 കെട്ടുകൾ അടിക്കുകയാണ്. അല്ലാഹുവേ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് 3 കെട്ടുകൾ അടിച്ചു മാറ്റിയിട്ട് റസൂലുള്ളാഹി നിന്ന് കരയുകയാ. റസൂല് നിന്ന് കരയുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. കാരണം 25 കൊല്ലം കൂടെ നടന്ന ഖദീജ, താങ്ങും തണലുമായി നിന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസയുടെ മുകളിലേക്ക് റസൂലുള്ളാഹിന്റെ കണ്ണീരിങ്ങനെ വീഴുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കണം ഉമ്മ. തല്ലിയും വഴക്കുണ്ടാക്കിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമല്ല. എല്ലാ കിടപ്പറയിലെ ഒറ്റ രാത്രി കൊണ്ട് തീരണം പെങ്ങള്. വാശിയും വൈരാഗ്യവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരണം. വീടിന്റെ വെളിയിലെ സ്നേഹത്തോടെ നടക്കണം പെങ്ങള്. പൊരുത്തം ചോദിക്കാതെ മരിക്കല്ലേ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ.